പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വള്ളിച്ചെടിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഈ കുറച്ച് ചെടി വിശേഷങ്ങളാണ് പറയുന്നത് കേട്ടോ. ഈ വള്ളിച്ചെടി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇത് പൂവിട്ടോ. നമ്മളവിടെ മാത്രം ഇത് പൂവിടുന്നില്ല. നമ്മളവിടെയുള്ള ഈ ചൂടുള്ള പ്രദേശത്തൊന്നും പൂവിടണില്ല. തണുപ്പുള്ളിടത്തൊക്കെ അത് പൂവിട്ട് അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ പൂക്കളൊക്കെ വൈറലാണ്. പക്ഷെ നമ്മളവിടെ ഇത് തീരെ പൂവിടുന്നില്ല കേട്ടോ. ഇത് പിന്നെ ചൂട് ഉള്ളിടത്ത് ഇത് പൂവിടില്ല എന്ന് എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആവും പിന്നെ നമ്മളവിടെ പൂവിടാത്തത്. ഈ ചില ഇത് കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ചില ചെടികൾ പൂവിടുക. അതുപോലെ തന്നെ നമ്മളവിടെ ഇതിന് ഈ കാലാവസ്ഥ ഇത് പറ്റണുണ്ടാവില്ല. ഇത് ഇത് ഇവിടെ വെച്ച് ഇത് പിടിപ്പിച്ച് ഒരു 2 ആഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞേക്ക് ഇത് ഫസ്റ്റ് ഒന്ന് പൂവിട്ടോ. ഒരു 3-4 പൂവ് ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ ഞാൻ കരുതിയത് എല്ലാ പ്രാവശ്യം പൂവിടുന്നു. പക്ഷേ അത് തീരെ പൂവിടുന്നില്ല. ഇത് പൂവിട്ടിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു പിന്നെ ഇലയും കാണൂല കേട്ടോ. അങ്ങനെ ഒരു പൂവിൻ്റെ ഒരു ഉണ്ടായിട്ട് അങ്ങനെ ഒരു ഓറഞ്ച് കളർ പൂവാണ്. പക്ഷെ നമ്മളവിടെ അത് പൂവിടുന്നില്ല. ഒരു സങ്കടമുണ്ട്, പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളിവിടെ ഈ ആല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ആലിൻ്റെ അടിയിലുള്ള പൂവൊക്കെ പുല്ലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പുല്ലിന് നമ്മൾ ഒരു 1-2 ദിവസം ഒന്ന് നനക്കാമെന്ന് വിട്ടുപോയി. അപ്പോൾ അത് ഒന്ന് കുറഞ്ഞൊരു ഉണക്കത്തിൻ്റെ ഒരു കേടിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത് പിന്നെ ശരിയാക്കിയാൽ നനച്ചാൽ ശരിയാവും കേട്ടോ. ഇതിവിടെ നമ്മൾ ഈ കുളത്തിൻ്റെ ഈ സൈഡിൽ നമ്മളിങ്ങനെ ഈ റെഡ് പ്ലാന്റും ഈ പച്ച പ്ലാന്റ് രണ്ടും കൂടി ഇങ്ങനെ ചെയ്തിട്ട് ഒരു റൗണ്ട് പോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ദൂരത്ത് നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു 2 കളറായിട്ട് നമുക്കൊരു ഭംഗി ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ ഈ പിന്നെ ഇതുണ്ടല്ലോ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആമ്പൽ ഇതിമൊക്കെ ഒരുപാട് മൊട്ടുകളുണ്ട്, തൈകൾ പിന്നെ കഴിഞ്ഞു പോയതൊക്കെ അതിൽ ചാഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഇത് പിന്നെ അവിടെ ഈ പൂവിൻ്റെ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളത്തിലാണ് മുങ്ങിപ്പോകും കേട്ടോ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. വലിയ വലിപ്പമില്ലാത്ത ആമ്പൽപ്പൂവാണിത്. പെട്ടെന്ന് പിന്നെ തയ്യാവട്ടത്. നമുക്ക് പിന്നെ പെട്ടെന്ന് തൈ ഉണ്ടാക്കുക, പെട്ടെന്ന് പൂവൊക്കെ പിന്നെ കിട്ടുന്ന ഒരു തൈയാണ്. പിന്നെ അതിൽ നമ്മൾ കുറച്ച് പിന്നെ ഗ്ലൂവിഷിൻ്റെ ചെറിയ കുട്ടികളെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ നിന്ന് കാണുന്നില്ല. ഇത് സൂം ചെയ്ത് എനിക്ക് തന്നെ കാണുന്നില്ല. പിന്നെ ക്യാമറയിൽ ഒട്ടും കാണൂല എന്നറിയാം. ഇത് ഈ ആമ്പലിൻ്റെ തൈകൾ ധാരാളം എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചെറിയ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ സാധിക്കും. ചെറിയ പിന്നെ ഇലകളായിട്ട് ഇങ്ങനെ ഈ പച്ചതൊന്നുമല്ല കേട്ടോ, ഇത് അസോളയാണ്. അല്ലാതെ തന്നെ വേറെ ഇതിൻ്റെ ഇതുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇതിലൊരു പൂമ്പാറ്റ ഒന്ന് തേന കുടിക്കുന്നുണ്ട്. പൂമ്പാറ്റല്ല കേട്ടോ, പിന്നെ തേനീച്ച. അപ്പോൾ ആ മീനുകളെ ഇതിൽ കാണുന്നില്ല. ഇതിൻ്റെ ഈ ഇല ഇങ്ങനെ പിന്നെ ഒരു പടർന്നിങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ ഭാഗത്താണ് ചെറിയ തൈകളുണ്ടാകട്ടെ. ആ തൈകൾ നമുക്ക് വേണമെങ്കിൽ പറിച്ച് നടാം. അത് കണ്ടില്ല, ഇവിടെയൊക്കെ ചെറിയ ഇലകൾ, ഈ ചെറിയ ഇലകൾ കാണുന്നതാണ് നമുക്ക് തൈകളുണ്ടാകുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഇതിലുണ്ടായത് തൈയാണ് നമ്മൾ വലിയ കുളത്തിൽ മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ. മാറ്റി വെച്ചപ്പോൾ തന്നെ ഒരു മുട്ട ഉണ്ടാവണുണ്ട് കേട്ടോ, പൂവ്. അതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ ഈ ഗ്ലൂവിഷ് പറഞ്ഞാൽ അത് ഒരു ചുവപ്പ് കണ്ടില്ലേ, അതിൻ്റെ പിന്നെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഒരു 500 പിന്നെ കുട്ടികളുണ്ടാവും കേട്ടോ. ഒരു ചെറിയൊരു ഫിഷ് ടാങ്കിലാണുള്ളത്, ഗ്ലാസിൻ്റെ. അത് നിറയെ ചെറിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ 2 വലിയ മീനിനെ നമ്മൾ കണ്ടിട്ടു. അവർ ഈ കുട്ടികളെ പിടിച്ച് തിന്നു. അപ്പോൾ നമ്മളത് കൊണ്ട് മാറ്റി പിന്നെ ഇടുക ചെയ്തത്. നമ്മളിവിടെ പിന്നെ ചെടി വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. പുറത്തേക്ക് ആ ഭാഗത്തൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെ ഈ ബോഗൻവില്ലൊക്കെ നല്ല പൂവായിട്ടുണ്ട് കേട്ടോ.
ഫുള്ള് പൂവാണിപ്പോൾ. പിന്നെ പല കളറുണ്ട്, വെള്ളമുണ്ട്, ചുവപ്പ്, എല്ലാ കളറും ഉണ്ട്. 10-14 കളറുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ചീരയാണ്. ഇവിടെ പുല്ല് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മളിങ്ങനെ ഇതാരും ചെടി വെച്ചിരുന്നില്ല കേട്ടോ. ഈ ഭാഗത്ത് നമ്മളിപ്പോൾ ഫുള്ള് ചെടി വെച്ച് ലെവലാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതിനൊക്കെ റിങ് ഉണ്ടാക്കിയിട്ട് ഇതിൽ പുല്ല് വെക്കാത്ത ഇതിൽ നമ്മൾ മണ്ണ് അവിടുന്ന് വാരി ഇവിടെ കൊടുന്നിട്ടപ്പോൾ അതിൽ കുറച്ച് ചീര വിത്ത് ഉണ്ടായിട്ടുണ്ട്. 2 ഇതിൻ്റെ ചോട്ടും ചീരയാണ് കേട്ടോ. അപ്പോൾ ആ ചീര പറിച്ചിട്ട് നമുക്ക് പിന്നെ പുല്ല് നടാമെന്ന് കരുതിയതാണ്. ഈ പൂച്ചെടിക്ക് നമ്മളിപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ പിന്നെ ഒക്കെ വെട്ടി ലെവലാക്കിയപ്പോൾ അതിന്മേൽ പൂവുണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ നമ്മൾ വെട്ടി പിന്നെ ഇതൊക്കെ പിന്നെ പൂവാകാൻ നിൽക്കണുള്ളത് വേണ്ടിയില്ല. ഇവിടെ പുഴുക്കേടും വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ആ പുഴുക്കേടുള്ള ഇലകളൊക്കെ നുള്ളിയിടണം. ഈ പൂമ്പാറ്റകളെ പരിപാടിയാണ് അതിൽ. പാറ്റകൾ മുട്ടയിട്ടാണ്ട് വിരിയും. അതുകൊണ്ട് ഈ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ ഒരു ഇല ഇവിടെ ഇത് കണ്ടോ, ഇവിടെയാണ് പുഴുക്കേട് വരുന്നത്. ഇങ്ങനെ വന്ന് ആ മരം ഫുള്ളാണ്ട് നാശാക്കട്ടോ. അതുപോലെ തന്നെ അവിടെ മഞ്ഞ പിന്നെ ഈ പൂച്ചെടി ഉണ്ടായിട്ടുണ്ട്. മഞ്ഞ കളറ്, ഇത് കടും മഞ്ഞയാണ് കേട്ടോ. കണ്ടില്ല, അത് കൊലകൊലായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. നമ്മളൊന്ന് പ്രൂൺ ചെയ്താണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ പൂവിടുന്നത്. മറ്റ് അങ്ങനെ പൂവിടില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മുസാണ്ട വർഗത്തിൽ പെട്ടൊരു ചെടിയാണ്. ഇതിന്മേ ഈ ഇല തളിര് ഇലയാണ് കേട്ടോ. ഈ ചുവപ്പ് കളറാണ്, നല്ല കടും ചുവപ്പ് കളറായിക്കാരം. അതുപോലെ തന്നെ ഇവിടെ ഈ പൂച്ചെടിമേലും ഉള്ളത് നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കുറച്ച് തൈകൾ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് അതിൻ്റെ പിന്നെ കമ്പ് വളരാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ അതുപോലെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഇത് നമ്മളെടുത്ത് ഒരു 10-16 കളറുണ്ടായിരുന്നു കേട്ടോ. ഒരു കാലത്ത് ഇതൊരു ട്രെൻഡായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കളറുണ്ടായിരുന്നു. നമ്മളടുന്ന് ഒക്കെ കുറേ ഉണങ്ങിപ്പോയി കേട്ടോ. അത് നമ്മൾ കുറച്ച് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് വിട്ടിക്കേണ്ടി വന്നപ്പോൾ, അപ്പോൾ അങ്ങനെ നനവൊന്നും ഇല്ലാതായപ്പോൾ അങ്ങനെ ആയതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഇതൊരു പിന്നെ എപ്പോഴും ഈ പൂവുണ്ടാവും കേട്ടോ. ഏത് സമയത്തും ഇതേമാതിരി പൂവിട്ടിട്ടായിക്കാരം, ഏത് സമയത്തും പൂവുണ്ടാവും. ഇത് പിന്നെ ഇങ്ങനെ പൂവുണ്ടാവും. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് അത്ര പെട്ടെന്ന് അത് നമുക്ക് ആ പൂവ് കാണാൻ കഴിയില്ല. ബിഗോണിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നെ അവിടെ തണലത്ത് വെച്ചപ്പോൾ ഒരു വളർച്ചയ്ക്കൊരു മുരടിപ്പ് കണ്ടപ്പോൾ നമ്മളാണ് മാറ്റിയത്. ഇപ്പോൾ ശരിയാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ പിന്നെ ഈ ചെടികൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇത് നമ്മൾ ആദ്യം ഇൻഡോറായിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അകത്ത് വെച്ചപ്പോൾ അതിനൊരു വളർച്ചയ്ക്കൊരു മുരടിപ്പ് ഇങ്ങനെ ഉണ്ടായപ്പോൾ നമ്മളത് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. നമ്മളിത് വളർച്ച മുരടിപ്പ് കണ്ടപ്പോഴാണ് നമ്മളിത് മാറ്റിയത്. അതേമാതിരി ആ CC പ്ലാന്റ് അതും മാറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഉഷാറായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്ത് പിന്നെ അഗ്ലോണിമകളാണ് കേട്ടോ. അഗ്ലോണിമ ഈ ഭാഗത്ത് ഫുള്ള് അഗ്ലോണിമ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു അഗ്ലോണിമ നല്ല പെട്ടെന്ന് തൈകളുണ്ടാവും കേട്ടോ. അതുപോലെ ഇതിന് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ചെറിയത് അഗ്ലോണിമ അല്ല കേട്ടോ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് വീടിൻ്റെ അകത്ത് വെക്കാൻ പറ്റിയൊരു ചെടിയാണിത്. അതുപോലെ തന്നെ ഇത് അഗ്ലോണിമ നല്ല കളറ് കാണാം കേട്ടോ. ഇത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒന്ന് ചാഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് തൈകളുണ്ടാവും കേട്ടോ. ഒന്ന് ചാഞ്ഞ് ഉഷാറാവണം. എന്നിട്ട് കുറച്ച് വളപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തൈകളുണ്ടാവും. അത്ര പെട്ടെന്ന് തൈ ഉണ്ടാകാത്തൊരു പിന്നെ അഗ്ലോണിമയാണ് കേട്ടത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ അഗ്ലോണിമ ഇങ്ങനെയുള്ള പച്ച കളറ്, റെഡ് കളറ്, പല കളറുള്ള അഗ്ലോണിമകളുണ്ട് കേട്ടോ. അഗ്ലോണിമയൊക്കെ നമുക്ക് തണലത്ത് വെക്കണം കേട്ടോ. അത് നമ്മൾ പിന്നെ വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ പല കളറും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് കളറാണ്. ഇത് രണ്ടും വേറെ വേറെ കളറാണ് കേട്ടോ.
നമുക്ക് കാണുമ്പോൾ അത് വേറിട്ട് കാണുമ്പോൾ അത് വേറെ തോന്നുമെങ്കിലും അതിന് കളർ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു അഗ്ലോണിമ വേറൊരു കളറാണ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറുണ്ട്. കണ്ടാൽ ഒരുപോലെ നമ്മൾ വേറിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരുപോലെയാണെങ്കിൽ തോന്നുന്നുണ്ടെങ്കിലും അതിന് മാറ്റങ്ങളുണ്ട് കേട്ടോ. അതുപോലെ ഇത് വേറെയാണ്. ഈ ഭാഗത്ത് എല്ലാം നമ്മളടുത്ത് ഒരുപാട് ഒരു 13 കളറ് അഗ്ലോണിമ ഉണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ തൈകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തൈകൾ നമ്മളിങ്ങനെ ചെറിയ പീസാക്കി നമ്മൾ 1 ഇഞ്ച് വലുപ്പത്തിൽ അതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ധാരാളം തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അത് കുറ്റി കുരുമുളകാണ് കേട്ടോ. കുറ്റി കുരുമുളക് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, അതുപോലെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് സബ്സിഡി നിരക്കിലാണ് കിട്ടിയിട്ടുള്ളത്. 300 രൂപയ്ക്ക് 5 തൈകളാണ് കിട്ടിയത് കേട്ടോ. ഇവിടെ ഇതിമലൊക്കെ ഇതുണ്ട്, പക്ഷേ ഇത് തിപ്പല്ലി പറഞ്ഞ ഇതിമലാണിത് ബെഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു അടിയിൽ അതിൻ്റെ മദർ പ്ലാന്റുമെന്ന് വന്നതാണ്. ശരിക്കും ഇത് വളരാൻ അയക്കാൻ പാടില്ല. വളർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ചനെ ബാധിക്കും. നമ്മൾ കുരുമുളകിൻ്റെ വളർച്ചയ്ക്ക് പ്രശ്നമില്ലാറ് നല്ലതല്ല ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ കുറച്ച് വള്ളി എടുക്കാൻ, തിപ്പല്ലി വള്ളി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് വളരാൻ നമ്മൾ അനുവദിച്ചത്. അല്ലെങ്കിൽ നമ്മളത് പറിച്ച് കളയും. അതിൻ്റെ ഒരു കുറച്ച് തൈകൾ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണത്. ഇതിന്മേലൊക്കെ ഇപ്പോൾ തിപ്പല്ലിൻ്റെ വളർച്ചയാട്ടിലും ഇത് അതിൻ്റെ വേരിന് കുഴപ്പമില്ലാതിരിക്കാൻ തിപ്പല്ലിയിൽ ഇത് ചെയ്യണം കേട്ടോ. തിപ്പല്ലി നല്ല വളർച്ച ഉള്ളതാണല്ലോ, അത്ര തന്നെ വളർച്ച ഈ കുരുമുളകിനില്ല കേട്ടോ. പിന്നെ ഇത് ജർജീറാണ് കേട്ടോ. ജർജീർ നമ്മളെങ്ങനെ കഴിക്കുകയെന്ന്, നമ്മൾ ഇങ്ങനെ ഇതിലൊക്കെ പ്രാണികളുണ്ടോ ഇല്ലയെന്ന് നോക്കുക. പ്രാണികളില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിതിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ ഉണ്ട് വെല്ലം പിടിച്ചാൽ തന്നെ പൊട്ടിപ്പോരും കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ഇതുണ്ടാവും. ഇത് നമ്മൾ പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ കഴുകിയിട്ട് തിന്നട്ടെ. നമ്മളിതൊരു മരുന്നൊന്നും അടിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് കേട്ടോ. ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ പറ്റിയൊരു ഇലയാണ് ഈ ജർജീർ പറഞ്ഞത്. കപ്സൻ്റെ കൂട്ടത്തിൽ, പിന്നെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ, സലാഡിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കണത് ഇങ്ങനെ പച്ച കഴിക്കണതാണ് കേട്ടോ. ഇത് പാചകം ചെയ്തിട്ടല്ല ഇത് കഴിക്കൽ. ഇങ്ങനെ പച്ചക്കാണ് കഴിച്ചാൽ മതി. നല്ല എല്ലാവർക്കും പറ്റുന്ന ഒരു ടേസ്റ്റ് അല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ ഇല നമ്മൾ നുള്ളാത്ത എന്താകും, അത് നമുക്ക് ഇതിമെന്ന് കുറച്ച് വിത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അത് ഇല നുള്ളാതെ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. നല്ല കരുത്തിലുണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗൾഫിലൊക്കെ ഇതേമാതിരിയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ അതിലേറെ വലിപ്പമുണ്ട് ഇതിൻ്റെ ഈ ഇലക്ക്. നമ്മൾ ഇത്ര നല്ല രീതിയിൽ ഉണ്ടാവുന്നത് ഗൾഫിൽ ഉണ്ടാവുന്നത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ തൈല നല്ല ഷാറിലാണ് ഇത് വളരുന്നത്. നല്ല ഇലകളും ഉണ്ട് കേട്ടോ. പിന്നെ കുക്കുംബർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുക്കുംബർ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഇത് ഇന്നലൊക്കെ കാണിച്ചതാണ് കേട്ടോ. കുക്കുംബർ ഇതിന്മേലൊക്കെ കായകൾ നല്ല കായകളുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്. ഒരു നിറയെ കുക്കുംബറാണിത്. കുക്കുംബർ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു വിളയാണ് കേട്ടോ. 21 ദിവസം കൊണ്ട് നമുക്കത് കായ ഉണ്ടാവില്ല തുടങ്ങും. അത് പറിക്കാനൊരു ഏതായാലും 1 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് കായ പറിച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു വിളയാണ് ഈ കുക്കുംബർ. ഈ പണിയിൽ നല്ല വില ഉണ്ടെങ്കിലും നമ്മൾ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. ആ പൈസൻ്റെ അത്ര ഇതൊന്നുമില്ല നമുക്ക് ഈ കുക്കുംബർ ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് കായ ഫലം തരുന്ന ഒരു വിളയാണ് ഈ കുക്കുംബർ. ഇനി കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. ഇത് നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ പത്തനിയുള്ള ഇത് മഞ്ഞയാണ് കേട്ടോ, മഞ്ഞ കളറാണത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈ റോസ് ഇതിൽ 2 കളർ റോസാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് വെള്ളയാണ്. ഇത് വെള്ളമാണെങ്കിൽ നമ്മൾ ഈ പൂവിങ്ങനെ കഴിഞ്ഞ് ഇത് നമ്മൾ മുറിച്ച് വൈകിട്ടോ. നമ്മളിതുപോലെ ഈ കട്ട് ചെയ്ത് കളയണത്, എന്നാലേ വേറെ പൂവ് പെട്ടെന്ന് ഉണ്ടാവുള്ളൂ. ഇത് വെള്ളയും പിന്നെ ഒരു റോസുമാണ് അതിലുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെടി ഇത് ഉണ്ടാവുന്നുണ്ട്. ഈ കുരുമുളക് ഇത് കണ്ടില്ലേ, ഈ ഒരു പ്രത്യേക ഒരു കുരുമുളക് ഞാൻ ഇതിൻ്റെ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ.
പ്രത്യേകതരം ഒരു കുരുമുളകാണത്. നല്ല കാപ്പല ഉണ്ടാകുന്ന ഒരു കുരുമുളകാണിത്. അതുപോലെ തന്നെ റെഡ് പ്ലാന്റ് ഇത് കട്ട് ചെയ്ത് വെക്കാനായിട്ടുണ്ട്. നമ്മൾ ഇന്ന് വൈകുന്നേരം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തേക്ക് നടേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് ചെടി വളരുന്നൊരു ചെടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഞാനിനി ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ അപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങളും തരാനുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിന് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഒരു സന്തോഷം കൂടി കാണിച്ചു തരാറുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു ചെടി എല്ലാ വീട്ടിലും ഉണ്ടാവും. നമ്മളിവിടെ ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ പോയതാണ്. ഈ ചെടി ഇപ്പോൾ ആദ്യമായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. ഇത് മഞ്ഞ ഒരു കാവി കളറാണിത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇത്. പൂവിടാൻ തുടങ്ങിയാൽ പിന്നെ എന്നും പൂവിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ലൊരു കളറുമാണ്. നമ്മളൊരു അട്രാക്ഷൻ തരുന്ന ഒരു കളറാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ നിർത്താൻ നിന്നപ്പോഴാണ് ആ പൂവിൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. ഞാൻ ആദ്യം കണ്ടിരുന്ന വീഡിയോയിൽ കാണിക്കണമെന്ന് കരുതിയിരുന്നു, പക്ഷേ അത് വിട്ടുപോയി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.